സ്വതന്ത്രരെ സയന ടാരോ റീഡിലേക്ക് ഞാൻ താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് താങ്കൾക്ക് വേണ്ടി ഞാൻ വായിക്കാൻ പോകുന്ന ടാരോ റീഡ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ എന്ത് ബ്ലോക്കേജാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്ന് എങ്ങനെ എനിക്ക് പുറത്തു വരാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറൻറ്റ് എനർജിയാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കേജാണ്. മൂന്നാമത്തെ കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നാലാമത്തെ കാർഡ് നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തിക ഭദ്രത തന്നെയാണ് നമ്മുടെ വിഷയം. കറൻറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്, ധനത്തിൻ്റെ കാർഡ് തന്നെയാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുക എന്നുള്ളൊരു കാർഡാണിത്. പക്ഷേ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹാർഡ് വർക്കിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ബ്ലോക്കേജ്. അതാണ് നമ്മുടെ അവസ്ഥ. എന്താണ് ബ്ലോക്കേജ് എന്ന് നോക്കിയപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ്. സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തരിക ശക്തിയുടെ കാർഡാണ്. ഇത് മേജർ ആർക്കാന കാർഡാണ്. നമ്മൾ കണ്ടറിയാൻ പറ്റും. ഇതൊരു സിംഹവും ഇത് നമ്മളുമാണ്. ഇത് വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, പക്ഷേ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആത്മസംയമനം കൊണ്ട് മാത്രമാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നതെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഗൈഡൻസ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നടക്കുന്നൊരു കാർഡാണ് കാണുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് വൈകാരികമായിട്ട് ഒരു പക്വത നേടി വേറൊരു ഭാഗത്തേക്ക് നടക്കുന്നൊരു കാർഡാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലോക്കേജ് എന്ന് പറഞ്ഞ ഈ കാർഡായിട്ട് പറയുന്നത് നമ്മൾ മുൻപ് വർക്ക് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വർക്ക് ചെയ്തായിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്കിൽസ് നേടുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം പുതിയൊരു വഴി ദിശാബോധത്തോടുകൂടി സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഉള്ളതിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാതെ പുതിയൊരു മേഖലയിലേക്ക് പോകാനതിനെക്കുറിച്ച് ആലോചിക്കണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ്. സ്റ്റാർ എന്ന് പറയുന്നത് പുതിയ പ്രതീക്ഷയുടെ, പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ധനപരമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ വെല്ലുവിളി നേരിടുന്നതിന് നമുക്കൊരു ബ്ലോക്കേജായിട്ട് കാണുന്നത് നമ്മളുള്ളതിൽ തന്നെ എന്താ പറയുക, നമ്മൾ വീണ്ടും വീണ്ടും അതിൽ റിസൾട്ട് കിട്ടുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പുതിയ ഇത് തുടങ്ങുന്നതിൻ്റെ സമയമായി, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുടെ ഭാവി കാണുന്നു. ഇതിനെക്കുറിച്ച് ആലോചിക്കുക വിശദമായിട്ട്. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കേ അറിയുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അതിൽ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും. ഇതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിയുന്നതിനാണ് ടാരോ പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം.